ഇടതുമുന്നണിയിൽ പ്രതിസന്ധിയായി തുടരുന്ന രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. സീറ്റ് വേണമെന്ന നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും യോഗത്തിൽ ചർച്ചയാവും. ആദിൽ പാലോടാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആദിൽ പാലോഡ്, വെരി ഗുഡ് മോർണിംഗ്. കിറാമുട്ടിയെ തുടരുകയാണ് രാജ്യസഭാ സീറ്റ്. എന്ത് തീരുമാനമുണ്ടാവും എന്നുള്ളതൊരു സസ്പെൻസാണ്. നമ്മൾ കരുതുന്നത് CPIക്ക് തന്നെ ആ സീറ്റ് ലഭിച്ചേക്കുമെന്നാണ്. പക്ഷേ CPM അതിൽ പ്രതിഷേധം അറിയിക്കാൻ സാധ്യതയില്ലേ? കേരള കോൺഗ്രസ് മാണി വിഭാഗം CPMനെ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം അറിയിക്കാൻ സാധ്യതയുണ്ടോ? മാത്രവുമല്ല, LDF യോഗത്തിൽ പല CPI ജില്ലാ എക്സിക്യൂട്ടീവിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നിപ്പോൾ തുറന്ന് സംസാരിക്കുമോ പാർട്ടി നേതാക്കൾ? CPMന് മുന്നിൽ കീറാമുട്ടിയാണ് രാജ്യസഭാ സീറ്റ് തർക്കം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയിൽ നമുക്കറിയാം. ഇന്നതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടായേ തീരൂ. കാരണം 2 ദിവസങ്ങൾ കൂടിയേ നാമനിർദ്ദേശ പത്രിക നൽകാൻ, രാജ്യസഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നതിന് പരിഹാരം ഉണ്ടാക്കണം. പിന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കൊക്കെ പാർട്ടികൾക്ക് കടക്കേണ്ടിയും വരും. 2 സീറ്റുകൾ, അതിലൊന്ന് CPM ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. ഇടക്കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുക്കുമോ എന്നൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. അതിനുള്ള വിദൂര സാധ്യതയെ കാണുന്നുള്ളൂ. അതിന് സാധ്യതയില്ല. പ്രത്യേകിച്ച് ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി മാത്രമുള്ള പശ്ചാത്തലത്തിൽ ഒരിക്കലും അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് കരുതുക വയ്യ. രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണോ CPIക്കാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഉഭയകക്ഷി ചർച്ചകളിൽ മുഖ്യമന്ത്രിയും MV ഗോവിന്ദൻ മാസ്റ്ററും നേതൃത്വം നൽകിയ ഉഭയകക്ഷി ചർച്ചകളിലും ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ കഴിയില്ല. 2 പേർക്കും ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് പ്രതിനിധികളില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യമാകട്ടെ, പാർലമെന്റിലേക്ക് തന്നെ പ്രതിനിധി ഇല്ലാത്ത തരത്തിൽ പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി തങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് 2 പാർട്ടികളും CPMന് മുന്നിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. ഇന്ന് രാവിലെ 10:30 CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ യോഗത്തിലായിരിക്കും ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുക. പിന്നീട് ഘടകകക്ഷികളെ അറിയിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് LDF യോഗം ചേരുന്നത്. LDF യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അത് പാർട്ടികളെ അറിയിക്കുകയും ചെയ്യും. ഇന്നോ നാളെയോ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതും ഉണ്ട്. ഏറ്റവും പ്രധാനം, ഈ അരുൺ പറഞ്ഞതുപോലെ CPIക്ക് സീറ്റ് നൽകുന്നതാണ്. കേരള കോൺഗ്രസ് എമ്മിന് മറ്റു പദവികൾ വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത് ഒഴിവ് വരുന്ന സീറ്റ് നൽകാമെന്ന നിർദ്ദേശം വെക്കുകയോ ചെയ്യാനാണ് സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. എങ്ങനെയാണത് CPM പരിഹരിക്കുക എന്നത് കണ്ടറിയണം. മറ്റൊരു ചോദ്യം ചോദിച്ചത് ഈ LDFിലുള്ള ചർച്ചകളാണ്, രാഷ്ട്രീയ ചർച്ചകളാണ്. സ്വാഭാവികമായും ചർച്ചയുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇന്നലെയും മിനിയാന്നുമായൊക്കെ CPIയുടെ യോഗങ്ങൾ ചേർന്നിരുന്നു. ഇന്നലെ CPIയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണമെന്ന ആവശ്യമാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ അംഗങ്ങൾ ഉയർത്തിയെന്നത് വളരെ പ്രധാനവുമാണ്. മുഖ്യമന്ത്രി മാറാതെ LDFന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നതായിരുന്നു എക്സിക്യൂട്ടീവിൽ അംഗങ്ങൾ പ്രധാനമായും ഉയർത്തിയ ആരോപണവും വിമർശനവുമെല്ലാം. പലതരത്തിൽ ജനങ്ങളെ ആകെ ഇപ്പോഴുള്ള സർക്കാർ വെറുപ്പിച്ചു എന്നാണ് അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചത്. സപ്ലൈകോയിൽ സാധനമില്ല, കൃഷി വകുപ്പിന് പണം കൊടുക്കുന്നില്ല, ഇത്തരത്തിൽ CPI വകുപ്പുകളെ തഴയുന്നുണ്ട്. ഇതൊക്കെ പെൻഷൻകാരെ വെറുപ്പിച്ചു, സർക്കാർ ജീവനക്കാരെ വെറുപ്പിച്ചു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു എന്നതാണ് നിലവിൽ CPIയുടെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള വിമർശനം. ഇതിന് സമാനമായ വിമർശനം ഇന്നലെ ചേർന്ന ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവിലും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഈ ചർച്ചകളുടെയൊക്കെ പരിണതഫലം ഇന്ന് വൈകുന്നേരം നടക്കുന്ന LDF യോഗത്തിൽ നേതൃത്വം ഒരു ചർച്ചയിലേക്കും വിമർശനത്തിലേക്കുമൊക്കെ എത്തുമോ എന്നതും കണ്ടറിയണം. താങ്ക് യു ആദിൽ പാലോട്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിലൊന്ന്, ഇപ്പോൾ 2 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് രാജ്യസഭയിലുള്ളത്. അതിലൊന്ന് CPMന്റെ സീറ്റാണ്, അത് CPM വിട്ടുകൊടുക്കില്ല. മറ്റൊന്നിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ ബിനോയ് വിശ്വം ഒഴിയുന്ന CPI സീറ്റ് CPI വേണമെന്ന് പറയുന്നു. അതേസമയം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണി ഒഴിയുന്ന വേക്കൻസി അത് ജോസ് കെ മാണിക്ക് വേണമെന്ന് പറയുന്നു. ആർക്ക് കിട്ടും എന്നതാണ് ചോദ്യം. നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് CPIക്ക് ആ സീറ്റ് കിട്ടാനാണ് സാധ്യത. പക്ഷേ CPIM സ്വാഭാവികമായിട്ടും പ്രതിസന്ധിയിലാവുന്നത് ജോസ് കെ മാണിയുടെ നിലപാട് എന്തായിരിക്കും എന്നറിഞ്ഞിട്ടായിരിക്കും.